Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു സേവ് ദ വർക്ക് ബുക്ക്. എങ്ങനെയാണ് വേർഡ് ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ 3 രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഫയൽ ടാബിൽ ചെന്ന് സേവ് ബട്ടണിൽ പ്രസ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് സേവ് ബട്ടൺ ആഡ് ചെയ്തിട്ട് അതിൽ പ്രസ് ചെയ്യുക. ഓർ മൂന്നാമത്തെ മെത്തേഡ് കൺട്രോൾ എസ്, സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. എസ് ഫോർ സേവ് ആണ്. കൺട്രോൾ എസ് ഹോൾഡ് ചെയ്ത് ദെൻ ഫയൽ നെയിമും ലൊക്കേഷനും കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 3 രീതിയിലാണ് നമുക്ക് ഫയൽ സേവ് ചെയ്യാൻ പറ്റുക. നമുക്ക് നോക്കാം. ഞാനൊരു പുതിയൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്തു. ഞാനിവിടെ സാമ്പിൾ ഫയൽ എന്ന് പറഞ്ഞു കൊടുത്തു. എനിക്കിനി ഈ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഡോക്യുമെൻറ്റിൻ്റെ പേര് ഡോക്യുമെൻറ്റ് 17 ആണ്. ഞാൻ 17ാമത്തെ ഡോക്യുമെൻ്റാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിതിനെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് മെത്തേഡ് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ബട്ടണിൽ പ്രസ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് സേവിനെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ സേവ് ബട്ടൺ ഇവിടെ ഓൾറെഡി ഉണ്ട്, അതിൽ പ്രസ് ചെയ്ത് വേണമെങ്കിൽ സേവ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ കൺട്രോൾ എസ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാണ്. ഓക്കെ, അപ്പോൾ 3 രീതിയിലാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഞാനിപ്പോൾ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യാൻ നേരം എന്നോട് ചോദിച്ചു എവിടേക്കാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ദിസ് PC എടുത്തു, കാരണം എൻ്റെ കമ്പ്യൂട്ടറിലേക്കാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്യാം. നമ്മുടെ റീസെൻ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ലൊക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് എന്നുള്ളത് ചൂസ് ചെയ്യുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിലും സേവ് ചെയ്യാം. ഞാൻ ബ്രൗസ് ചെയ്ത് ഡെസ്ക്ടോപ്പ് എടുത്ത് അവിടേക്ക് വേണമെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഡെസ്ക്ടോപ്പിലേക്ക് ചെയ്യുകയാണ്. സാമ്പിൾ ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ നെയിം കൊടുത്തു. ഓക്കെ, സേവ് എ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഫയൽ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, സേവ് ആസ് ടൈപ്പ് ബൈ ഡിഫാൾട്ടായിട്ട് വേർഡ് ഡോക്യുമെൻ്റ് ആണ്, അതിനകത്ത് നിങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ദെൻ സേവ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡെസ്ക്ടോപ്പിലേക്ക് എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. ഡെസ്ക്ടോപ്പിലേക്ക് സേവ് എ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഫയൽ സേവ് ചെയ്യണം. ഓക്കെ, ഞാൻ സേവ് ബട്ടണിൽ പ്രസ് ചെയ്തു. യെസ്, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും സേവ് എ ഡോക്യുമെൻ്റ് എന്നാണ് നമ്മുടെ ഫയലിൻ്റെ പേര്. ഞാൻ ഡെസ്ക്ടോപ്പിലൊന്ന് പോയി നോക്കാം. ഡെസ്ക്ടോപ്പിൽ യെസ് സേവ് എ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഫയൽ സേവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളത്. ഇനി എനിക്ക് ഇതേ ഡോക്യുമെൻറ്റിനെ വേറൊരു പേരിലേക്ക് സേവ് ചെയ്യണം. അതിന് പറയുന്നതാണ് സേവ് ആസ്. ഇപ്പോൾ ഓൾറെഡി ഉള്ളൊരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സേവ് ആസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സേവ് എ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ, അതിനകത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ എൻ്റർ ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇനി വീണ്ടും ഈ ഫയൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫയലിനകത്ത് സേവ് ക്ലിക്ക് ചെയ്താൽ മതി. ഓൾറെഡി പേര് എൻ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനകത്തേക്ക് സേവ് ആയിക്കോളും. ഇനി ഇതിൻ്റെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സേവ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ട് ഫയൽ സേവ് ആസ് അടിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ എങ്ങോട്ടേക്ക് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യുന്നു. അവിടെ സേവ് എ ഡോക്യുമെൻ്റ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഞാൻ സേവ് എ ഡോക്യുമെൻ്റ് 1 എന്ന് പറഞ്ഞൊരു പേരിലേക്ക് ഇതിൻ്റെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്യുകയാണ്. സേവ്. ഓക്കെ, ഇപ്പോൾ നോക്കി നമ്മുടെ ഫയലിൻ്റെ പേര് സേവ് എ ഡോക്യുമെൻ്റ് 1 ആയി. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും 2 ഡോക്യുമെൻ്റ് ഉണ്ടാകും. സേവ് എ ഡോക്യുമെൻ്റ് ഉണ്ട്, സേവ് എ ഡോക്യുമെൻ്റ് 1 ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഫയൽ സേവ് ചെയ്യുന്നതെന്നും ദെൻ അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. അത് 3 രീതിയിലുണ്ട്. ഫയലിനകത്ത് സേവ് ബട്ടൺ ഉണ്ട്, ഇല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് സേവ് ബട്ടൺ ഉണ്ട്, ഇല്ലെങ്കിൽ കൺട്രോൾ എസ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഐക്കൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇനി സേവ് ആസ് എടുക്കാൻ വേണ്ടി ഫയലിനകത്ത് സേവ് ആസ് എടുക്കുക, പുതിയ ലൊക്കേഷൻ കൊടുക്കുക, പുതിയ പേരും കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.